ഫ്രണ്ട്സ്, ഞാൻ കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ്. NISM സർട്ടിഫൈഡ് പ്രൊഫഷണലാണ്. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. BSc എൻറോൾ റിസർച്ച് അനലിസ്റ്റാണ്. എനിക്ക് മാർക്കറ്റിൽ 33 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണുള്ളത്. താങ്കൾ എന്തെങ്കിലും ഷോർട്ട് സ്വിംഗ് ട്രേഡ്, സെയിം ക്വാർട്ടറിൽ എൻട്രിയും സെയിം ക്വാർട്ടറിൽ എക്സിറ്റുമായിട്ടുള്ള ട്രേഡ്, ദാറ്റ് മീൻ വിത്തിൻ 3 months ട്രേഡ് താങ്കൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? താങ്കൾ എന്തെങ്കിലും 2 to 5 days ട്രേഡ്, വിത്തിൻ 1 week ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഈ രണ്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഫോംസ് ആണ്, പ്രൊസീജിയേഴ്സ് ആണ്. താങ്കളുടെ അത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഇതിൻ്റെ അകത്ത് ബേസിക് ഫണ്ട് വരും, അഡ്വാൻസ് ഫണ്ട് അനാലിസിസ് വരും, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് എൻട്രി എക്സിറ്റ്, മാർക്കറ്റ് അനാലിസിസ് ഇൻക്ലൂഡിങ് മാക്രോ അനാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. താങ്കൾ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് മെയിൽ അയക്കാം. prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചിരുന്നതായിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. 25 സെഷൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ വീഡിയോ കണക്കല്ല, വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, റിസൾട്ട് സീസൺ നമ്മൾ തുടങ്ങുകയാണ്. വിത്തിൻ 2 days സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീസണിലാണ് ഈ പറയുന്ന കണ്ടൻറ്റ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നൊരു സമയം. നമ്മളെല്ലാവരും ധാരാളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ധാരാളം പഠിത്തത്തിന് വേണ്ടി, സ്റ്റോക്ക് ട്രേഡിംഗ് പഠിത്തത്തിന് വേണ്ടി കണ്ടമാനം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഒരു പർട്ടിക്കുലർ ഒരു സോണിലേക്ക് ഫോക്കസ് ചെയ്താൽ കുറേക്കൂടെ ഡീപ്പായിട്ട് പോകാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം. കുറേക്കൂടെ ബെറ്ററായിട്ട് പോകാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ സോണിൽ നിന്നും വരുന്ന റിട്ടേൺ, അതുപോലെ തന്നെ സോൺ തരുന്ന ഹയർ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും ശരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് ഇറക്കാനുള്ള കാരണം. എന്താണ് കണ്ടൻറ്റ്? കണ്ടൻറ്റിൻ്റെ പേരാണ് PE റീറേറ്റിംഗ് എന്ന് പറയും. നമ്മൾ 2 കാര്യം കേട്ടിട്ടുണ്ട്. PE റീറേറ്റിംഗ് ഉണ്ട്, PE ഡീറേറ്റിംഗ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഒരു 6 മാസം കണ്ടത് PE ഡീറേറ്റിംഗ് ആണ്. കാര്യം സ്റ്റോക്കുകളുടെ പ്രൈസ് എല്ലാം കൂടി വാല്യുവേഷൻ വല്ലാതെ എക്സ്ട്രീംലി ഹീറ്റഡ് വാല്യുവേഷൻ്റെ പുറത്ത് സ്റ്റോക്കിൻ്റെ പെർഫോമൻസ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് വീക്കായി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്വാളിറ്റി ഓഫ് EPSന് ഒരു ക്വാളിറ്റി ഉണ്ട്, ഏണിങ്സിൻ്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി താഴ്ന്നു വരികയും ആ ക്വാളിറ്റി അതുപോലെ തന്നെ EPS ഡൗണായി വരികയും ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീംലി റിച്ച് വാല്യുവേഷൻ്റെ പുറത്ത് സ്റ്റോക്കുകളൊക്കെ കറക്ഷനിലേക്ക് പോകും. ഇതിനെ പറയുന്ന പേരാണ് PE ഡീറേറ്റിംഗ്. PE റീറേറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഇതിൽ എക്സ്ട്രീംലി ബെസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസിൻ്റെ പുറത്ത് സ്റ്റിൽ പ്രൈസ് കയറാതെ കിടക്കുന്നൊരവസ്ഥ. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓരോ ക്വാർട്ടറിലും വരുന്ന ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ക്വാളിറ്റേറ്റീവാണ്. അത് കൂടുക മാത്രമല്ല ചെയ്യുന്നത്, ക്വാളിറ്റി ഓഫ് EPS ബെസ്റ്റായിട്ട് വരുന്നൊരവസ്ഥയിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് കടവാൻ കയറുന്നില്ല, പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെ കിടക്കുന്നൊരവസ്ഥയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓവർ എ പീരീഡ് ഓഫ് 2 മാസം 3 മാസം 4 മാസം കൊണ്ട് 70% 80% റിട്ടേൺ തരുന്ന സ്റ്റോക്ക്. അതിന് പ്രത്യേകിച്ചൊരു ബുൾ മാർക്കറ്റ് വേണമെന്നോ ബെയർ മാർക്കറ്റ് വേണമെന്നോ ഒന്നുമില്ല ശരിക്കും. ക്രിട്ടിക്കൽ കാര്യം എക്സലൻറ്റ് വാല്യുവേഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വിത്തിൻ കംഫർട്ട് സോണിലായിരിക്കണം. അത് പല കേസിലും ഇൻഡസ്ട്രി വാല്യുവേഷനെക്കാളും കുറവായെങ്കിൽ ബെസ്റ്റാണ്. പക്ഷേ വാല്യുവേഷൻ, സ്റ്റോക്കിൻ്റെ ഇൻഡിവിജ്വൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീംലി വെരി ഗുഡ് കംഫർട്ട് സോണിലായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. എല്ലാ ക്വാർട്ടറിലും ഇങ്ങനത്തെ അറ്റ്ലീസ്റ്റ് ഒരു 10-15 സ്റ്റോക്കുകൾ, ക്വാളിറ്റേറ്റീവ് സ്റ്റോക്കുകൾ, സാധാരണ സ്റ്റോക്കുകളല്ല, ഏറ്റവും ക്വാളിറ്റേറ്റീവ് മാനേജ്മെൻറ്റുള്ള സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായും മാർക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഇതിനെ പറഞ്ഞ പേരാണ് PE റീറേറ്റിംഗ്. PE റീറേറ്റിംഗിൽ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ കാര്യം, സ്റ്റോക്കിൻ്റെ ബേസിക്കലി സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് സ്റ്റോക്ക് ആയിരിക്കണം. ഓൺ ആൻ ആവറേജ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 5000 കോടിക്ക് മുകളിലുണ്ടാകണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സ്ട്രീംലി ബെസ്റ്റ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ സ്റ്റേബിൾ ഡേറ്റ ആയിരിക്കണം. ഫിനാൻഷ്യൽ ഡേറ്റ ഓരോ ക്വാർട്ടറിലും ഡേറ്റ എന്ന് പറയുന്നത് കമ്പയർഡ് ടു പ്രീവിയസ് ക്വാർട്ടറും കമ്പയർഡ് ടു കഴിഞ്ഞ ക്വാർട്ടറായിട്ട് നോക്കാൻ നേരത്ത് എക്സ്ട്രീംലി എഫക്റ്റീവ് ഡേറ്റ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം. സൈക്ലിക്കലാകാം കേട്ടോ, സൈക്കിളിൻ്റെ കൂട്ടത്തിലുള്ള സംഗതിയാണ്. സോ സൈക്ലിക്കൽ പാർട്ട് കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ക്വാളിറ്റി ഓഫ് ഏർണിങ്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം. മാർജിൻ ഓഫ് സേഫ്റ്റി എക്സ്ട്രീംലി ക്രിട്ടിക്കലാണ് നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങിലെ. സ്ട്രോങ് മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ എസ്കലേറ്റിംഗ് മാർജിൻ ഓഫ് സേഫ്റ്റി. എക്സലൻറ്റ് വാല്യുവേഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ വിത്തിൻ കംഫർട്ട് സോണിലായിരിക്കണം.
അത് പല കേസിലും ഇൻഡസ്ട്രി വാല്യൂഷനെക്കാളും കുറവായെങ്കിൽ ബെസ്റ്റാണ്. പക്ഷേ വാല്യുവേഷൻ, സ്റ്റോക്കിൻ്റെ ഇൻഡിവിജ്വൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് വെരി ഗുഡ് കംഫർട്ട് സോണിലായിരിക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളല്ല, ബേസിക്സ് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഫണ്ട അനാലിസിൻ്റെ ബേസിക്സ് വരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിൽ കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൊണ്ടുണ്ട്. അതായത് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോയുടെ ആ ഒരു ഫ്ലോ എങ്ങനെയാണ്, വലിയൊരു ഫാക്ടറാണ്. പിന്നെ കുറേ പാരാമീറ്റേഴ്സ് ബേസിക് ഫണ്ടയിൽ നോക്കാനുണ്ട്. ബേസിക് ഫണ്ട സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അഡ്വാൻസ് ഫണ്ടിലേക്ക് പോവുകയും ചെയ്യുന്നത്. അഡ്വാൻസ് ഫണ്ടിൽ കുറേ കൂടെ ഡീപ്പ് സ്റ്റഡിയാണ് വേണ്ടത്. ലൈക്ക് വിസിബിലിറ്റി, എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സ്, പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയും ശരിക്ക്. പിന്നെ ഏതെല്ലാം മാർക്കറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റോക്കിനെ ബാധിക്കും. ഏതെല്ലാം കൺട്രിയിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ US എക്സ്പോർട്ട് ചെയ്യുന്നുള്ള പ്രോഫിറ്റ് ആയിരിക്കത്തില്ല നമ്മൾ ആഫ്രിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പം. രണ്ട് കൺസെപ്റ്റാണുള്ളത്. യൂറോപ്പിലും USA എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും നെറ്റ് പ്രോഫിറ്റ് എബിറ്റ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതേസമയം ആഫ്രിക്കയിലുള്ള എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് എബിറ്റേക്കാൾ ഉപരിയായിട്ട് മെഷീൻ റണ്ണിങ്ങിന് അഷ്വർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണുള്ളത്. അപ്പം പ്രോഡക്റ്റ് മിക്സ് വലിയ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കാനുണ്ട്. ഈ ഫാക്ടേഴ്സും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റോക്കിനെ സെലക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് റിസൾട്ട് വന്നാൽ വിത്തിൻ 2 days നമ്മൾ സ്റ്റോക്കിനെ സെലക്ട് ചെയ്തിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് പോയിൻറ്റ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എല്ലാ ക്വാർട്ടറിലും താങ്കൾ, ഇഫ് യു എക്സ്പെർട്ടൈസ് ദിസ് പർട്ടിക്കുലർ സബ്ജക്റ്റ്, താങ്കൾക്ക് എല്ലാ ക്വാർട്ടറിലും അറ്റ്ലീസ്റ്റ് ഒരു 10 സ്റ്റോക്ക് കിട്ടും ഇതിൻ്റെ അകത്ത്. അത് ക്വാർട്ടർ, അത് ബുള്ളിഷ് മാർക്കറ്റെന്നോ ബേറിഷ് മാർക്കറ്റെന്നോ ഒന്നും ഇതിലൊരു ഇഷ്യൂ അല്ല. ശരിക്കും ഒരു ക്വാർട്ടറിൽ താങ്കൾ എത്ര സ്റ്റോക്ക് ചെയ്യും? ഹാർഡ്ലി 5 സ്റ്റോക്ക്, ഹാർഡ്ലി 6 സ്റ്റോക്ക്, ശരിയല്ലേ? ഓരോ സ്റ്റോക്കുകളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റോക്കിൻ്റെ ഇത്രയും കിട്ടിയാൽ മാത്രം പോരാ. ഇതിലൊരു ബേസിക്കലി ഒരു മീൻ റിവേഷൻ ക്വാളിറ്റി എന്ന് പറയും. ശരിക്കും മീൻ റിവേഷൻ തന്നെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻ റിവേഷൻ ഉണ്ട്. ബേസിക്കലി ഇതിൻ്റെ അകത്ത് പ്ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പ്ലവ് എന്നുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകുന്നു വിത്ത് മിനിമം റീട്രേസ്മെൻറ്റ് എപ്പോഴും വളരെ ലീനിയർ ആണ്. ഇതിൽ പുൾ ബാക്സ് വളരെ വീക്കാണ്. കയറുന്ന ക്യാൻഡിൽ സ്ട്രോങ്ങും പുൾ ബാക്സ് വളരെ വീക്കുമായിട്ടുള്ളൊരു സവിശേഷമായിട്ടുള്ള പ്രവണതയാണ് പ്ലവ് മീൻ റിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സ്റ്റോക്ക് ഒരു 10 സ്റ്റോക്ക് താങ്കൾക്ക് കിട്ടുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5-6 സ്റ്റോക്ക് എങ്കിലും പ്ലവിൽ കയറുന്ന സ്റ്റോക്കുകളാണ്. ഈ പ്ലവിൽ കയറുന്ന സ്റ്റോക്കുകളിൽ തന്നെ ടെക്നിക്കലി കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ബേസിക്കലി എന്താ പറയണ്ടേ, റണ്ണിങ് മൂവിങ് ആവറേജ് കറക്ഷൻ എന്ന് പറയുന്ന സംഗതി പഠിക്കാനുണ്ട്. പലപ്പോഴും നമ്മളുടെ ക്ഷമ ഈ സാധനം ഈ ഒരു സ്റ്റോക്ക് കയറുന്ന വഴി ഒന്ന് പരീക്ഷിക്കാനിടയുണ്ട്. ഇതിനോടൊപ്പം തന്നെ താങ്കളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കയറി പോവുകയാണെങ്കിൽ താങ്കൾക്ക് വളരെ മാന്യമായിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പ്ലവ് മീൻ റിവേഷൻ, ഈ ഒരു PE റീറേറ്റിംഗ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കമ്പയർഡ് ടു ലാർജ് ക്യാപ്പിനേക്കാൾ ഉപരിയായിട്ട് സ്മോൾ ക്യാപ്പിലാണ് കണ്ടുവരുന്നത്. സ്മോൾ ക്യാപ്പിൻ്റെ ട്രേഡിംഗ് ഡൈനാമിസം എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് പോലെയല്ല. ആ ഡൈനാമിസം പഠിക്കേണ്ട കാര്യമാണ് സ്മോൾ ക്യാപ്പിൽ. സാധാരണ ലാർജ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്ന കണക്ക് ഒരിക്കലും സ്മോൾ ക്യാപ്പ് ട്രേഡിംഗ് നടക്കത്തില്ല. സ്മോൾ ക്യാപ്പ് ട്രേഡിങ്ങിൽ അത് വളരെ ഡിഫറൻറ്റ് ഒരു ലാൻഡ്സ്കേപ്പാണ് അതിനുള്ളത്. അത് തീർച്ചയായും താങ്കൾ പഠിക്കേണ്ട കാര്യമാണ് ശരിക്കും. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു, താങ്കളുടെ കംപ്ലീറ്റ് ഫോഴ്സ്, താങ്കളുടെ കംപ്ലീറ്റ് എനർജി, താങ്കളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ പറയുന്ന കാര്യത്തിലേക്ക് താങ്കൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, താങ്കൾക്ക് തീർച്ചയായും ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെർട്ട് ചെയ്യാൻ സാധിക്കും. ആദ്യം പഠിച്ചെടുക്കാവുന്ന ഒന്നാമത്തെ കാര്യം. എക്സ്പെർട്ടൈസ് ചെയ്യാന്നുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നത് സീസൺ, നമ്മുടെ റിസൾട്ട് സീസൺ തുടങ്ങുന്ന സമയത്ത് സ്റ്റോക്കുകളെ ഫോളോ ചെയ്യുക. എസ്പെഷ്യലി സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ ഫോളോ ചെയ്യുക. അവിടെ നിന്നും ക്വാളിറ്റേറ്റീവ് സ്റ്റോക്കിനെ കണ്ടെത്തുക. ദാറ്റ് മീൻസ് ഫണ്ട അനാലിസിസ് തറവായിരിക്കണം. അഡ്വാൻസ് ഫണ്ട അതിനേക്കാളും കൂടുതൽ തറവായിരിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഫണ്ട ബേസ്ഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂസ് ബേസ്ഡ് അല്ല ഈ സ്റ്റോക്കുകൾ കയറുന്നത്. ടോപ്പ് നോച്ച് ഫണ്ടയുടെ ബേസിലാണ് PE റീറേറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസ് ബേസ്ഡ് കയറുന്ന പോലല്ല, ആ ഒരു കയറ്റത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഡെലിവറൻസും വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പർട്ടിക്കുലർ മൂവ്മെൻറ്റിന് ശരിക്കും അത് തറവായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അത് സത്യത്തിൽ ഞാൻ ഇതിൻ്റെ പുറത്തൊരു 1-2 വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ 2 വീഡിയോ നിൽക്കുന്നൊരു സബ്ജക്റ്റല്ല. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് വെച്ചുള്ള ഒരു 10 വീഡിയോയെങ്കിലും ചെയ്താൽ മാത്രമേ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ച ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് ഞാൻ തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയാണ്. കാര്യം അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ സംഗതി മാർക്കറ്റ് നടക്കുന്നുണ്ടെന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് അങ്ങനെ പോയിന്റ് ഉണ്ടെങ്കിൽ താങ്കൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഈ പർട്ടിക്കുലർ കൺസെപ്റ്റിലേക്ക് താങ്കൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ താങ്കളുടെ ഹോൾ ട്രേഡിംഗ് ലൈഫിനെ മാറ്റിമറിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വളരെ ക്ലിയർ ആയിട്ടാണ്
ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ലാർജ് ക്യാപ്പിലെ ഉപരി സ്മോൾ ക്യാപ്പിലും അല്ലെങ്കിൽ മിഡ് ക്യാപ്പുകളെ ഉപരിയായിട്ട് സ്മോൾ ക്യാപ്പിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ റണ്ണിങ് മൂവിങ് ആവറേജ് കറക്ഷൻസ് വരും. അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, കുറേ ചാർട്ടുകൾ വർക്ക് ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ആ റണ്ണിങ് മൂവിങ് ആവറേജ് കറക്ഷൻ എങ്ങനെ മാന്യൂവർ എന്നുള്ള കാര്യം നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഏറ്റവും കൂടുതൽ ക്ഷമയുള്ള ആൾക്കാർക്ക്, ഏറ്റവും കറക്റ്റായിട്ടുള്ള നമ്മുടെ ലെവൽ ഓഫ് നോളജിൽ കൺവിൻസിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുന്നു. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്ക് അത് കൺവിൻസിങ് ആണ് തോന്നുവാണെങ്കിൽ താങ്കൾ തീർച്ചയായും ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് താങ്കളുടെ എനർജീസിനെ ഫോക്കസ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊക്കെ ഇതിൻ്റെ ആയിട്ടുള്ള ലേണിംഗ് അത്യാവശ്യമാണ്. ആ ലേണിങ്ങിലേക്ക് താങ്കൾ ഫോക്കസ് ചെയ്യുക. ഇത് വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഞാൻ താങ്കളോട് പറഞ്ഞിട്ടുള്ളത്. സീരിയസ് ആണെങ്കിൽ, കറക്റ്റായിട്ട് എനർജി ഫോക്കസ് കറക്റ്റ് ആണെങ്കിൽ എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.